നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഹരികുമാർ. ഇന്ന് നമുക്ക് നിയമവിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും കൂടാതെ കടമുറികൾ, വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി വാടകയ്ക്കെടുക്കുന്ന വാടകക്കാരനും പ്രയോജനപ്പെടുന്ന ഒരു നിയമപ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 1994 സെക്ഷൻ 492 അനുസരിച്ച് ഒരു വ്യവസായ വാണിജ്യ സ്ഥാപനം തുടങ്ങുന്ന ഒരു വ്യവസായി തൻ്റെ വ്യവസായ വാണിജ്യ സ്ഥാപനത്തിന് ലൈസൻസ് എടുത്തിരിക്കണം എന്നുള്ളത് ഈ മുനിസിപ്പാലിറ്റീസ് ആക്ടിലെ 492 വകുപ്പ് പ്രകാരം മാൻഡേറ്ററിയാണ്. ഈ 492 3 ഉപവകുപ്പിൽ പറയുന്നു, വേർ എനി പേഴ്സൺ ഇൻറ്റൻഡിങ് ടു ഒബ്റ്റെയിൻ ലൈസൻസ് ഓൺ പെർമിഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് വേർ ദ ആപ്ലിക്കൻ്റ് ഈസ് എ പേഴ്സൺ അതർ ദാൻ ദി ഓണർ ഓഫ് ദ പ്രിമൈസസ് ഇൻ ക്വസ്റ്റ്യൻ, he shall, along with the application, produce the written consent of the owner of the premises, and the period of the license shall not exceed the period, if any, specified in the consent. അപ്രകാരം ലൈസൻസ് എടുക്കുന്ന ഒരു ടെനൻറ്റിന് ഒരു സമ്മതപത്രം ലാൻഡ് ലോഡിൽ നിന്നും വാങ്ങിക്കുകയും അത് തൻ്റെ അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ കൊടുക്കുകയും വേണം. അപ്പം അതർ ദാൻ ദ പേഴ്സൺ ഹു ഈസ് ദി ഓണർ ഓഫ് ദ പ്രൊമൈസ്. അപ്പോൾ ഓണറിൽ നിന്നാണ് സമ്മതപത്രം ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ടെനൻറ്റ് വാങ്ങിക്കേണ്ടത്. അങ്ങനെ മേടിക്കുമ്പോൾ സ്വാഭാവികമായും ഈ വാടക കരാറിൻ്റെ കാലാവധി എത്ര നാളാണോ അത്രയും നാളിലേക്കാണ് തൻ്റെ ലൈസൻസിൻ്റെ കാലാവധി അനുവദിച്ച് നൽകുന്നത്. നമുക്കറിയാം, 11 മാസക്കാലത്തേക്കാണ് സാധാരണഗതിയിൽ ഒരു അൺരജിസ്റ്റേർഡ് ലീസ് എഗ്രിമെൻറ്റുകൾ എഴുതുവാറുള്ളത്. എന്നാൽ 11 മാസക്കാലത്തിന് ശേഷവും മിക്കപ്പോഴും വ്യവസായ സ്ഥാപനങ്ങൾ തുടർന്നു പോവുകയാണ് കണ്ടുവരാറുള്ളത്. അതിന് ചിലപ്പോൾ ലാൻഡ് ലോഡ് തൻ്റെ ലൈസൻസ് പുതുക്കിയെന്നിരിക്കും, ചില അവസരങ്ങളിൽ പുതുക്കാതെ തന്നെ തുടർന്നു പോവുകയും ചെയ്യാറാണ് കണ്ടുവരാറുള്ളത്. അങ്ങനെ വരുമ്പോൾ 11 മാസക്കാലത്തിന് ശേഷം തൻ്റെ ലൈസൻസ് പുതുക്കുന്നതിന് ടെനൻറ്റിന് വീണ്ടും മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനെയോ സമീപിക്കേണ്ടി വരും. അതിനെക്കുറിച്ചാണ് 492(4) പറയുന്നത്. വേർ ദി ആപ്ലിക്കൻറ്റ് സീക്കിംഗ് റിന്യൂവൽ ഓഫ് എ ലൈസൻസ് ഓർ പെർമിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദ ട്രേഡ് ഓർ ബിസിനസ് ലൈസൻസ്ഡ് ഇൻ ദ പ്രിമൈസസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 3 ഈസ് എ പേഴ്സൺ ഡിഫറൻറ്റ് ഫ്രം ദ ഒറിജിനൽ ലൈസൻസി or not the legal heir of the original licensee, the consent of the owner shall be required. ആദ്യം വന്ന ലൈസൻസി അല്ലാതിരിക്കുകയോ അയാളുടെ ലീഗൽ എയേഴ്സ് അല്ലാതിരിക്കുകയോ ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും ഒരു പുതിയ കൺസെൻറ്റ് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ പഴയ ടെനൻ്റ് ആണെങ്കിൽ കൺസെൻറ്റ് ആവശ്യമില്ല. അതാണ് പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം. പഴയ ടെനൻ്റ് തന്നെയാണ് വീണ്ടും ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ സമീപിക്കുന്നതെങ്കിൽ ആ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതിന് ലാൻഡ് ലോഡിൻ്റെ കൺസെൻറ്റ് ആവശ്യമില്ല. എന്നാൽ ചില അവസരങ്ങളിൽ ലാൻഡ് ലോഡ് ടെനൻ്റ് റിലേഷൻ വഷളാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ടെനൻ്റ് ലാൻഡ് ലോഡിന് കൺസെൻറ്റ് വിത്ത്ഹോൾഡ് ചെയ്യണം എന്നുള്ള എന്തെങ്കിലും നിർദ്ദേശം ബന്ധപ്പെട്ട കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയോ കൊടുക്കുകയോ ചെയ്താൽ അതിനെന്തെങ്കിലും നിയമസാധുതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത്, രണ്ടാമത് തവണ അല്ലെങ്കിൽ തുടർന്നുള്ള തവണകളിൽ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ലാൻഡ് ലോഡിൻ്റെ സമ്മതപത്രം ആവശ്യമില്ല എന്നാണ് 492(4) പറയുന്നത്. ഏത് സന്ദർഭത്തിൽ? സെയിം ടെനൻ്റ് തന്നെയാണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ രണ്ടാമതൊരു സമ്മതപത്രം ആവശ്യമില്ലാതെ ഇരിക്കുന്ന സമയത്തിൽ ഈ ടെനൻറ്റിനെ സംബന്ധിച്ച് ഒരു സമ്മതപത്രത്തിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഒരിക്കൽ കൊടുത്ത സമ്മതപത്രം ലാൻഡ് ലോഡിന് വിത്ത് ഹോൾഡ് ചെയ്യുവാനും സാധിക്കില്ല എന്നാണ് 492(4) പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ, തുടർന്ന് വരുന്ന റിന്യൂവലിന് ഒന്നും തന്നെ സമ്മതപത്രം ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ ഇതേ അവസരത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ലാൻഡ് ലോഡിൻ്റെയും ടെനൻറ്റിൻ്റെയും റിലേഷൻ വഷളായി. സ്വാഭാവികമായും ലാൻഡ് ലോഡ് ടെനൻറ്റിനെ ഒഴിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ഈ അവസരത്തിൽ ആദ്യം ചെയ്യുന്നത്, ലാൻഡ് ലോഡ് തൻ്റെ സ്ഥാപനം നിൽക്കുന്ന, തൻ്റെ കെട്ടിടം നിൽക്കുന്ന മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു. എൻ്റെ അനുവാദമില്ലാതെ ലൈസൻസ് ഈ ടെനൻറ്റിന് പുതുക്കി കൊടുക്കുവാൻ പാടില്ല. ഞാൻ അന്ന് തന്ന സമ്മതപത്രം ഇതിനാൽ ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ അതിന് സാധുതയുണ്ടോ? അതാണ് നമ്മൾ തുടർന്ന് പരിശോധിക്കാൻ പോകുന്നത്.
നിയമം പറയുന്നത് അതിന് സാധുതയില്ല എന്നാണ്. കാരണം ഒരിക്കൽ കൊടുത്ത സമ്മതപത്രം ഒരിക്കലും ഒരു ലാൻഡ് ലോഡിന് വിത്ത് ഹോൾഡ് ചെയ്യുവാൻ സാധിക്കില്ല. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2016 3 വോളിയം KHC 803 സുധാകരൻ വേഴ്സസ് കോർപ്പറേഷൻ ഓഫ് ട്രിവാൻഡ്രം ആൻഡ് അനദർ എന്ന ഒരു വിധിന്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് സബ്സിക്വൻ്റ് ആയിട്ട് ലൈസൻസ് പുതുക്കുവാൻ ചെന്ന ഒരു വിഷയത്തിൽ ലാൻഡ് ലോഡ് ടെനൻ്റ് റിലേഷൻ വഷളാവുകയും അതിനെ സംബന്ധിച്ച് കോടതിയിൽ സമീപിച്ചപ്പോൾ കോടതി അതിന് നടത്തിയ ഒരു ഒബ്സർവേഷനും ഇങ്ങനെയാണ്: After due consideration of the issues involved, we find merit in the submission made on behalf of the appellant. The statutory provision already quoted above shows that the requirement of consent of the landlord is applicable only when a person intends to obtain a license for the first time. ഫസ്റ്റ് ടൈം ലൈസൻസ് എടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് മാത്രമേ കൺസെൻറ്റ് ആവശ്യമുള്ളൂ. Renewal or subsequent application for obtaining license on expiry of the period of the existing license during the currency of the tenancy is not applicable for obtaining license. Even in the case of application for obtaining license for the first time, the tenant cannot be deprived of running lawful business merely because the landlord withheld consent. അപ്പോൾ ലാൻഡ് ലോഡിന് കൺസെൻറ്റ് വിത്ത്ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. അഥവാ അങ്ങനെ വിത്ത്ഹോൾഡ് ചെയ്തു എന്ന കാരണത്താൽ തന്നെ അയാൾക്ക് വ്യവസായ സ്ഥാപനം റൺ ചെയ്യുന്നതിൽ നിന്നും തടയുവാനും സാധിക്കില്ല. Valid tenancy itself has implied authority of the landlord for the legitimate use of the premises of the tenant. ഇവിടെ ഇവരുടെ പ്രധാന കണ്ടൻഷൻ എന്ന് പറയുന്നത് എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു, അതുകൊണ്ട് ടെനൻറ്റിനെ സംബന്ധിച്ച് അയാൾ ഒരു ഇല്ലീഗൽ പൊസഷനിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് കോടതി പറഞ്ഞത് ടെനൻസി കണ്ടിന്യൂ ചെയ്യുന്ന കാലത്തോളം അത് ഇല്ലീഗൽ പൊസഷൻ അല്ല, ഈസ് എ ലെജിറ്റിമേറ്റ് പൊസഷൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, പിന്നെ എന്താണ് ലാൻഡ് ലോഡ് ചെയ്യേണ്ടത്? ഒരു ടെനൻറ്റിനെ ഇറക്കുന്നതിന് വേണ്ടി ലാൻഡ് ലോഡ് ചെയ്യേണ്ടത് എന്താണ്? അതിനുള്ള മറുപടിയിലാണ് ഈ ഡിസിഷനിൽ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് അനുസരിച്ചുള്ള പ്രൊവിഷനിൽ വേണം ഒരു ലാൻഡ് ലോഡിന് ടെനൻറ്റിനെ ഒഴിപ്പിക്കുവാൻ കഴിയുന്നത്. അല്ലാതെ ഈ ലൈസൻസ് വിത്ത്ഹോൾഡ് ചെയ്യുവാനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദ്രോഹപ്രവൃത്തികൾ ചെയ്യുവാനോ അധികാരം ഇല്ല. ഇതേപോലെ തന്നെ നമ്മുടെ കേരള ഹൈക്കോടതി 1999 KHC 652 മാരിമുത്തു വേഴ്സസ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അത് പലപ്പോഴും നമ്മുടെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ റെഫർ ചെയ്യാറുള്ള ഒരു കേസാണ്. ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഒഴിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ എ സ്റ്റാറ്റ്യൂട്ടറി ടെനൻറ്റ് അണ്ടർ ദ കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് ക്യാൻ ബി എവിക്റ്റഡ് only as per the provisions of the said act on the grounds enumerated therein. Since the possession of the tenant is lawful, the landlord is not entitled to withhold his consent for the conduct of the business for which the premises were given on rent. ഒരിക്കൽ റെൻറ്റിന് വേണ്ടി കൊടുക്കുകയും വാലിഡ് കൺസെൻറ്റ് കൊടുക്കുകയും ആ കൺസെൻറ്റ് പ്രകാരം ലൈസൻസ് എടുക്കുകയും ചെയ്താൽ പിന്നെ ആ ലൈസൻസ് പുതുക്കുന്ന അവസരത്തിൽ ലാൻഡ് ലോഡിൻ്റെ കൺസെൻറ്റ് വേണ്ട എന്ന് മാത്രമല്ല ലാൻഡ് ലോഡിന് കൺസെൻറ്റ് വിത്ത്ഹോൾഡ് ചെയ്യുവാനും സാധിക്കുകയില്ല. അതാണ് നിയമപരമായിട്ടുള്ള പൊസിഷൻ. മറ്റൊരു വിഷയവുമായി മറ്റൊരു അവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം.